അഭിസാരികളോ ആരുമാകട്ടെ, മോഹിച്ചത് രാവണനാണെങ്കിൽ അതാരായാലും നമ്മുടേത്. അത് സഹസ്രാക്ഷൻ സാക്ഷാൽ ദേവേന്ദ്രന്റെ കിരീടത്തിലെ ചൂടാമണിയായാൽ പോലും. അതുകൊണ്ട് മറുവാക്കുകളില്ല. എന്റെ ഇംഗിതത്തിനൊപ്പം സമ്മതം മൂടുന്നതാണ് മണിമകളെ നല്ലത്. ഇല്ലെങ്കിൽ ഈരേഴ് 14 ഉലകങ്ങളും കാൽ കീഴിലാക്കിയ അരക്ക പ്രജാപതിയുടെ കൈക്കരുത്തിന്റെ കീഴിൽ തറയിൽ ഇഴഞ്ഞും മുറിഞ്ഞും കയറാം നിനക്ക് പുഷ്പകത്തിലേക്ക്. അല്ലയോ ലിംഗ പ്രജാപതി, ജന്മം മുതൽ ഇങ്ങോട്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ മാത്രം മനസ്സാവരിച്ച് തപോജപങ്ങളുമായി കഴിയുന്ന പെണ്ണ ആശ്രമവാസിനിയായി ഈ വിഷ്ണു ഭക്തിയെ വെറുതെ വിടും. ഓ, അങ്ങനെയാണോ കാര്യങ്ങൾ? നാം ത്രിമൂർത്തികളിലാകെ മതിക്കുന്നതും ഭജിക്കുന്നതും ഒരാളെ മാത്രമാണ്. അത് ധവള ഹിമഗിരിയിൽ പള്ളികൊള്ളും സാക്ഷാൽ പരമേശ്വരനെ. നെറ്റിനടുവിൽ തീയാഴി ചൂടും മായാമഹേശ്വരി അല്ലാതെ മറ്റാരെയും രാവണൻ ഈശ്വരനായി കണ്ടിട്ടില്ല, മതിച്ചിട്ടില്ല, മാനിച്ചിട്ടില്ല. ഈ വിഷ്ണു എന്ന് പറയുന്നവനെ കാത്തിരിക്കുന്നവളാണെങ്കിൽ അവളെ ആദ്യം അനുഭവിച്ചിട്ടേയുള്ളൂ, മറ്റെന്തും. മായാവികളെ, അവളെ തടയൂ. നമ്മുടെ സഹസ്രം മായാവികളിൽ 2 പേർ കരം വിടർത്തി ചവിട്ടി പിടിക്കട്ടെ. ത്രികൂടശൈലത്തിന് തണലായി നിൽക്കുന്ന ഗണ്ഡകി എന്ന പാമ്പ് വിശാലമായ തന്റെ പണം ഉയർത്തി വേറെ മതി മാനഹാരണത്തിന് മറയാൻ നിൽക്കട്ടെ. മതിയായില്ലേ മുനികന്യകെ നിന്റെ അഹമ്മതി? നിനച്ചാൽ നിനച്ചത് നേടിയെടുക്കും വിശ്വസിന്റെ മകൻ. അത് ജനിച്ച നാൾ മുതൽ ഇങ്ങോട്ട്